ഹായ് കേരറ്റ്സ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ചില കുട്ടികൾ ചെയ്ത് കാണും, ഇനിയും ഒത്തിരി കുട്ടികൾ ഫോം ഫില്ലിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. അവരെല്ലാവരും അറിയാനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, സെലക്ഷൻ പ്രോസസ്, എക്സാം ഡേറ്റ് എന്നിവയെക്കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഇനിയും ഒത്തിരി കുട്ടികൾ ഫോം ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആൾറെഡി ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആ എല്ലാ വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒത്തിരി ദിവസമായി ഇന്ത്യൻ ആർമി റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഇന്ത്യൻ ആർമിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, എക്സാം ഡേറ്റ് എങ്ങനെ തയ്യാറെടുക്കാം, ഇനി ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഫോം ഫില്ല് ചെയ്യേണ്ട, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ഏപ്രിലാണ്. ഇന്ന് ഡേറ്റ് March 25 ആണ്. 1 ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷവും എല്ലാ കേഡറ്റിനും 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പെർമനൻറ്റ് ട്രേഡായിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോ എന്നൊക്കെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. 1 ഏപ്രിലിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത വർഷമാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് കുട്ടികൾ? 1 ഏപ്രിലാണ്. ഇതിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി എക്സാം ഡേറ്റ് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, എക്സാം ഡേറ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് ടെൻറ്ററ്റീവ് അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എക്സാം ഡേറ്റ് ഏതെങ്കിലും കാരണങ്ങളാൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വരികയാണെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ജൂൺ തന്നെയാണ്. നല്ല ടൈം ലഭിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും ഈ വർഷം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അറിയേണ്ടതാണ് അഗ്നിവീർ എന്ന കാറ്റഗറിയും അതേപോലെ തന്നെ പെർമനന്റ് കാറ്റഗറിയും കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ ട്രേഡാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്ന ട്രേഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, വൂൺ മിലിറ്ററി പോലീസ്, ടെക്നിക്കൽ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ഈ ട്രേഡെല്ലാം അഗ്നിവീർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷേ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് പെർമനൻറ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. 2026 ഇന്ത്യൻ ആർമി റയലുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇത്രയും ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. GD, ട്രേഡ്സ്മാൻ, WMB, ടെക്നിക്കൽ, ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഏജ് ലിമിറ്റ് 1 ജൂലൈ 2005 1 ജൂലൈ 2009 അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇതിനിടയിലാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഓരോ കേഡറ്റിനും 2 ട്രേഡിലേക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ GD ട്രേഡ്സ്മാൻ, ഒന്നുകിൽ GD ടെക്, ഒന്നുകിൽ GD OA. മനസ്സിലായോ? പെൺകുട്ടികൾക്ക് ഓൺലി WMB എന്നൊരു ട്രേഡിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, 1 ജൂലൈ 2004 1 ജൂലൈ 2009 ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് നോക്കാം സെലക്ഷൻ പ്രോസസ്സ്. നോക്കൂ കുട്ടികളെ, 2026 ഇന്ത്യൻ ആർമി റാലിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഫേസ് തീർച്ചയായിട്ടും ക്രോസ് ചെയ്തിരിക്കണം. ഫാസ്റ്റ് രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. അതിനുശേഷം എക്സാം വരും. എക്സാം നിങ്ങൾ പാസ്സാവണം. റിസൾട്ട് വരുന്നു, പിന്നെ നിങ്ങൾ പാസ്സാവണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അതേപോലെ PMD ഉണ്ട്. ഫിസിക്കലും നിങ്ങളുടെ മെഷർമെൻറ്റ് കാര്യങ്ങളും എല്ലാം നിങ്ങൾ പാസ്സാവണം. പിന്നെ മെഡിക്കൽ, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. പിന്നെ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഡിസ്പാച്ച് ആകും. 2026 നിങ്ങൾ നല്ലപോലെ പഠിച്ച് നല്ലപോലെ ഫിസിക്കൽ ചെയ്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ആദ്യത്തെ ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് 2027 ജനുവരിയിലാണ്. സെക്കൻഡ് ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് 2027 ജൂലൈ മന്തിലാണ്. അപ്പോൾ വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ലൊരു ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിച്ചിറങ്ങി
മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോലിയാവുകയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് 18 ആവുന്നതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും. നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻ്റ് ആണ്, പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻ നല്ലപോലെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ. ഒന്ന് ഓർത്ത് നോക്കുക, 18ാമത്തെ വയസ്സിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ സിമ്പിളാണോ? ഒരു 26 അല്ലെങ്കിൽ ഒരു 28 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സെറ്റിൽഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലപോലെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും, വീട് വെക്കാൻ പറ്റും. നിങ്ങളുടെ മാരേജിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെറ്റിൽഡ് ആകും. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്, നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നേരത്തെ പെൻഷൻ ആകാനും പറ്റും. നേരത്തെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 36, 38 ഏജ് ആകുമ്പോൾ നേരത്തെ പെൻഷൻ ആവും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെറ്റ് ആവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് നല്ലപോലെ യൂസ് ചെയ്യണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് ആണ് എക്സാം പാറ്റേൺ. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. GDയുടെ എക്സാം പാറ്റേൺ ആണിത്. ആൾറെഡി ഇതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. GK, GS, മാത്സ്, റീസണിങ്, ഇത്ര ക്വസ്റ്റ്യൻ വരുന്നതാണ്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ, 60 മിനിറ്റ്സ്. നെക്സ്റ്റ് ആണ് ആർമി NAയുടെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. GK 10, ഫിസിക്സ് 5, മാത്സ് 5, കെമിസ്ട്രി, ബയോളജി. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ ആർമി ടെക് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ആണ് ആർമി ക്ലർക്ക് 2026. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ക്ലർക്കിൻ്റെ എങ്ങനെയാണ് ടൈപ്പിംഗ്, എല്ലാ കാര്യങ്ങളും നോക്കൂ കുട്ടികളെ. ഫിസിക്കൽ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2024 വരെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 5 മിനിറ്റ് 45 സെക്കൻഡിൽ ഓടിയെത്തിയിരിക്കണം. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ടൈം 6 മിനിറ്റ് 15 സെക്കൻഡ് വരെ ഉണ്ട്. എന്താണ് കുട്ടികളെ? 6 മിനിറ്റ് 15 സെക്കൻഡ് വരെ ടൈമുണ്ട്. അതേപോലെ തന്നെ പുള്ളപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 എണ്ണം എടുത്താലും മതി. GD, ട്രേഡ്സ്മാൻ, WMB എന്നീ ട്രേഡിനാണെന്നുണ്ടെങ്കിൽ 40 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ ട്രേഡിനും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താലും മതി. എന്നാൽ പെൺകുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ഇവിടെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിഹ്നം ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5 എണ്ണം എടുത്താലാണ് ഇവർക്ക് 40 മാർക്ക് ലഭിക്കുന്നത്. ഇത് വലിയൊരു മാറ്റമാണ് ഇന്ത്യൻ ആർമി ഈ തവണ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് PFTയും റിട്ടേൺ എക്സാമും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് 2025-26 കട്ട് ഓഫ് അപ്ഡേറ്റ് ഒന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, 2025 കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2025 TVMAരുടെയാണ് ലിസ്റ്റ് ഫുള്ളി ഔട്ടായിരിക്കുന്നത്. TVMAരിലെ എല്ലാ കുട്ടികളും മാല ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. കാലിക്കറ്റ് എയറോയുടെ കുട്ടികൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്ന 2026 ജൂലൈ മുതലാണ്. അവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഒരു അഡീഷണൽ ലിസ്റ്റ് കൂടിയുണ്ട്. അവരുടെ ഫിസിക്കലാണ് ഇനി ഏപ്രിൽ ലാസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. നോക്കൂ, കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ GDയുടെ ഇത് കോമൺ എൻട്രൻസ് എക്സാം പാസിംഗ് സ്കോറാണ്. 21 to 24 ക്വസ്റ്റ്യൻ. ഫൈനൽ സെലക്ഷൻ സ്കോർ 100 ഫിസിക്കലിന്, പിന്നെ 33 + 37 ക്വസ്റ്റ്യൻ ഇതിനിടയിലാണ് വരുന്നത്. ട്രേഡ്സ്മാൻ്റെ ഈ അപ്ഡേറ്റ് ആണ്. ഇത് ഫൈനൽ സെലക്ഷൻ സ്കോറാണ്. WMBയുടെ ഇത് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ പാസിംഗ് സ്കോറാണ്. ഇവരുടെ ഫിസിക്കൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുശേഷം നമുക്ക് ഫൈനൽ സ്കോർ ലഭിക്കുന്നതായിരിക്കും. 2026 എക്സ്പെക്റ്റഡ് പറയുകയാണെങ്കിൽ GDക്ക് 2022 ക്വസ്റ്റ്യനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കോമൺ എൻട്രൻസ് എക്സാം പാസ് ചെയ്യാനായിട്ട്. ഫൈനൽ സെലക്ഷൻ സ്കോർ 100 മാർക്സ് ഫിസിക്കൽ, പിന്നെ 28 to 31. ട്രേഡ്സ്മാൻ ആണെങ്കിൽ ഈ അപ്ഡേറ്റ് ആണ്. WMB ആണെങ്കിൽ ഈ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. ഇതൊരു എക്സ്പെക്റ്റഡ് ആണ്. മുൻ വർഷങ്ങളിൽ കണക്കനുസരിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. 2026 ആർമിയിൽ എല്ലാ ട്രേഡിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് 1 ഏപ്രിലാണ്. ഓരോ കേഡറ്റിനും 3 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. ഏജ് ലിമിറ്റ് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1 ഇയർ ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലാണ്, പിന്നെ റിട്ടേൺ എക്സാം, അതിനുശേഷം പിന്നെ ബാക്കി അപ്ഡേറ്റ്സ്. അപ്പോൾ നിങ്ങളും 2026 പ്രോപ്പറായിട്ട് ഒരു സ്മാർട്ടായിട്ട് ഈ എല്ലാ ട്രേഡിലേക്കും പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫിസിക്കൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ. GD, ട്രേഡ്സ്മാൻ, WMB, ക്ലർക്ക്, ടെക്നിക്കൽ, NA എല്ലാത്തിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ് കാണും, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് കുട്ടികളെ? മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. GDയുടെ 50 മോക്ക് ടെസ്റ്റ്, MA 50 മോക്ക് ടെസ്റ്റ്, ട്രേഡ്സ്മാൻ 50 മോക്ക് ടെസ്റ്റ്, ടെക് 20, ക്ലർക്ക് 20, പിന്നെ WMB എല്ലാത്തിനും മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ട്രേഡിൻ്റെയും സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ്, അതോടൊപ്പം തന്നെ പ്രോപ്പർ ക്ലാസ്സും ലഭിക്കുന്നതാണ് ട്രേഡ് വേസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 2026 തന്നെ നിങ്ങൾക്കും ഡിഫൻസ് ജോബിൽ കയറാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കും കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ കുട്ടികളെ ഏത് ഡൗട്ടാണ്
ആണെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് കുറിച്ചുള്ള ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.